സ്വകാര്യ ആവശ്യത്തിനായി ഏതാനും സെന്റ് നെൽവയൽ നികത്തുന്നതിന് 2007 6 മാസത്തെ കാലാവധിയിൽ അന്നത്തെ ഭൂവുടമ സമ്പാദിച്ച ഉത്തരവിന്റെ മറവിലാണ് ഏക്കർ കണക്കിന് നിലം ഇപ്പോൾ നികത്തുന്നത്. നഗരമാലിന്യങ്ങളും കെട്ടിടാവശിഷ്ടങ്ങളും മണ്ണുമിട്ടാണ് ഈ വയൽ നികത്തൽ. ഇതോടെ കൃഷിക്കായി പീച്ചി ചിമ്മിനി ഡാമുകളിൽ നിന്ന് വെള്ളം എത്തിച്ചിരുന്ന കനാലുകളും അടഞ്ഞു. വയൽ നികത്തലിനെതിരെ ഇപ്പോഴത്തെ ഭൂവുടമകളെ എതിർകക്ഷികളാക്കി സമീപത്തെ കർഷകർ കലക്ടർ ഉൾപ്പെടെയുള്ള അധികൃതർക്ക് പരാതി നൽകി. തുടർന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ മണ്ണടിച്ചിരുന്ന ലോറികൾ പിടിച്ചെടുത്തു. പക്ഷേ മണ്ണിടൽ നിർത്തിവെക്കുവാനുള്ള കലക്ടറുടെ ഉത്തരവുണ്ടായിട്ടും വയൽ നികത്തൽ ഇപ്പോഴും തുടരുന്നു. ഇതിൽ രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇതുവരെ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല, ആരും മുന്നോട്ട് വന്നിട്ടില്ല. കാരണം തൃശ്ശൂരിൻ്റെ ഒരു കുടിവെള്ള സാധ്യതയുള്ള ഒരേ ഒരു പ്രദേശമാണിത്, ഒരേ ഒരു തണ്ണീർത്തടാണത്. അപ്പോൾ ഇതിങ്ങനെ ഇല്ലീഗലായിട്ട് നികത്തുമ്പോൾ എല്ലാവരും ഇടപെടണം എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഇപ്പോൾ നികത്തിക്കൊണ്ടിരിക്കുന്ന പഴഞ്ചിറ പാടശേഖരത്തിൽ 300 ഏക്കറിലധികം നെൽകൃഷിയുണ്ട്. നിർമ്മാണ പ്രവൃത്തികൾ തടഞ്ഞില്ലെങ്കിൽ കൃഷിയും സമീപത്തെ കുടിവെള്ളവും മുടങ്ങുമെന്നാണ് വിദഗ്ധാഭിപ്രായം. മീഡിയ 1 തൃശ്ശൂർ.